ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് KTT കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഒക്ടോബർ 2023 നടത്തിയ എക്സാമിൻ്റെ മാത്സിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. പെഡഗോജിയുടെ രണ്ടാം പാർട്ടാണ്. നമ്മൾ പെഡഗോജി രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തത്. ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റത്തെ 15 ക്വസ്റ്റ്യൻ, ഇനി അടുത്തൊരു 15 ക്വസ്റ്റ്യൻ കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ PYQ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും KTET മാത്തമാറ്റിക്സ് PYQ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മളുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും ഉണ്ടായിരിക്കും. അതേപോലെ KTET മാത്തമാറ്റിക്സ് സിലബസ് ബേസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റും നമുക്കുണ്ട്. അതുപോലെ തന്നെ വേറെ 2-3 ഉണ്ട്, സൈക്കോളജി, ഇംഗ്ലീഷ് എന്നൊക്കെ. നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്ലേലിസ്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ എൻ്റെ സ്ക്രീനിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കുക. അതേപോലെ തന്നെ SCERT NCERT ക്ലാസ് 10ൻ്റെ മാത്സിൻ്റെ പ്രോബ്ലംസ് നമ്മളുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് മാത്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ 15 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. തിയറി പാർട്ടാണ്, നമുക്ക് പെട്ടെന്ന് തീരും. ഓക്കെ, ഫസ്റ്റ് ചോദ്യം. ഒറിജിനാലിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ഓഫ് ലേണിംഗ് മാത്തമാറ്റിക്സ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ ഹോംവർക്ക്, അസൈൻമെൻറ്റ്, ബ്രെയിൻ സ്റ്റോമിംഗ് ആൻഡ് റിട്ടൺ ടെസ്റ്റ്. ഇതിൽ ഏതിലാണ് മാത്തമാറ്റിക്സ് പഠിക്കുന്നതിൻ്റെ ഒറിജിനാലിറ്റിയും ക്രിയേറ്റിവിറ്റിയും നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? ഹോംവർക്കിലാണോ, അസൈൻമെൻറ്റിലാണോ, അതോ ബ്രെയിൻ സ്റ്റോമിലാണോ, റിട്ടൺ ടെസ്റ്റിലാണോ? ഏതിലാണ് വരുന്നത്? അത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി, ബ്രെയിൻ സ്റ്റോം. ഓക്കെ, ബ്രെയിൻ സ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് നമ്മൾ ഓരോ കൺസെപ്റ്റുകൾ എന്ത് ചെയ്യുക പറഞ്ഞിട്ട് അത് ടീച്ചർ എന്ത് ചെയ്യും, ശേഖരിച്ചിട്ട് അതിനെ പിന്നെ കൺക്ലൂഡ് ചെയ്ത് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് ബ്രെയിൻ സ്റ്റോമിങ്, അല്ലേ? അപ്പോൾ ബ്രെയിൻ സ്റ്റോം ആണ് ഒറിജിനാലിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ഓഫ് ലേണിംഗ് മാത്തമാറ്റിക്സിന് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ദ തിയറി ഓഫ് sets was developed by the mathematician. The theory of sets was developed by the mathematician Leibniz, Descartes, ജോർജ് കാന്റോ, യൂക്ലിഡ്. ഇതിൽ ആരാണ് ദ തിയറി ഓഫ് സെറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇതിലെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ സി, ജോർജ് കാന്റോ. Then അടുത്ത് വരുന്ന the consistency with which a test measures what it intends to measure is. The consistency with which a test measures what it intends to measure is validity, reliability, objectivity and feasibility. ഓക്കെ, ഇതിലേതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഒരു ടെസ്റ്റ് ഇൻറ്റൻസ് മെഷർ ചെയ്യുന്നത്, അതിൻ്റെ കൺസിസ്റ്റൻറ്റി വരുന്നത് ഏതാണ്? ഏതാ വരിക? കറക്റ്റ് ഓപ്ഷൻ റിലയബിലിറ്റി. A good teacher of mathematics in high school classes mainly proceed from particular to general, abstract to concrete, complex to simple, deductive to inductive. ഒരു ഹൈസ്കൂളിൽ ഗുഡ് മാത്തമാറ്റിക്സ് ടീച്ചർ ഏത് മെത്തേഡാണ് ഇതിൽ? പെർട്ടിക്കുലർ ടു ജനറൽ ആണോ, അബ്സ്ട്രാക്ട് ടു കോൺക്രീറ്റ് ആണോ, കോംപ്ലക്സ് ടു സിമ്പിൾ ആണോ, ഡിഡക്റ്റീവ് ടു ഇൻഡക്റ്റ് ആണോ യൂസ് ചെയ്യുക? ഏതായിരിക്കും യൂസ് ചെയ്യാം? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ, പെർട്ടിക്കുലർ ടു ജനറൽ. Heuristic method of learning mathematics was advocated by Kilpatrick, Stevenson, Dewey, Armstrong. ഇതിൽ ആരാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ലേണിംഗ് മാത്തമാറ്റിക്സ് അഡ്വക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നൊക്കെ പറയാം. ആരാ വരിക ഹ്യൂറിസ്റ്റിക് മെത്തേഡ്? ആരായിരിക്കും? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി, ആംസ്ട്രോങ്. For finding the incenter of a triangle, the teacher should help the students to draw. ഒരു ട്രയാങ്കിളിൻ്റെ ഇൻസെൻറ്റർ കണ്ടുപിടിക്കുന്നതിന് ഒരു ടീച്ചർ കുട്ടിയെ ഹെൽപ്പ് ചെയ്യണം. എന്തിനാണ്, എന്ത് വരയ്ക്കാനാണ് ടീച്ചർ ഹെൽപ്പ് ചെയ്യേണ്ടത്? ഇൻസെൻറ്റർ കണ്ടുപിടിക്കാൻ. ബൈസെക്ടർ ഓഫ് ആംഗിൾ ആണോ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് സൈഡ് ആണോ, മീഡിയൻസ് ആണോ, ആൾട്ടിറ്റ്യൂഡ് ആണോ? ഇൻസെൻറ്റർ വരയ്ക്കാൻ നമ്മളിതിൽ ഏതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഏതാ വരുന്നത്? ഇൻസെൻറ്റർ എന്ന് പറയുന്നത് ഇൻസർക്കിളിൻ്റെ സെൻറ്റർ ആണ് ഇൻസെൻറ്റർ, അല്ലേ? ഇൻസർക്കിൾ വരയ്ക്കാൻ നമ്മൾ സൈഡിൻ്റെ ബൈസെക്ടർ ആണോ, അത് ആംഗിളിൻ്റെ ബൈസെക്ടർ ആണോ വരയ്ക്കുക? ആംഗിളിൻ്റെ ബൈസെക്ടർ ആണ് വരയ്ക്കുക. സോ ഓപ്ഷൻ എ, ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾസ്. അടുത്ത്
ലബോറട്ടറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ഈസ് മോസ്റ്റ്ലി സ്യൂട്ടഡ് ഫോർ. ലബോറട്ടറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ആർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഇൻട്രൊഡ്യൂസിങ് ദ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ, ഫൈൻഡിങ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ, ഡിറൈവിംഗ് ദ ഫോർമുല ഫോർ എ സർഫസ് ഏരിയ ഓഫ് എ കോർണർ, ഫൈൻഡിങ് ദ മീഡിയൻ ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ ഏതിനാണ് ലബോറട്ടറി മെത്തേഡ് ഓഫ് ടീച്ചിങ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇതിൽ ഏതിനായിരിക്കും വരിക? ഓക്കെ, സർഫസ് ഏരിയ ഓഫ് കോണിനാണ് വരിക അല്ലേ. പോളിനോമിയലിന് നമുക്ക് ലാബിൻ്റെ ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഡെറിവേറ്റീവിനും സർഫസ് ഏരിയ ഓഫ് എ കോൺ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പിക്ചറൊക്കെ വെച്ചാണ്ട് ലബോറട്ടറി മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ഡിറൈവിംഗ് ദ ഫോർമുല ഫോർ സർഫസ് ഏരിയ ഓഫ് എ കോൺ. അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് മെരു പ്രസ്താര ബൈ പിംഗല? മെരു പ്രസ്താര ബൈ പിംഗല, ഇതിലേതാണ് ഇങ്ങനെ അറിയപ്പെടുന്നതാണ് ചോദ്യം. ബൈനോമിയൽ തിയറം, പാസ്കൽസ് ട്രയാങ്കിൾ, പൈതഗോറസ് തിയറം, ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ്, ഇതിലേതാണെന്നാണ് ചോദ്യം. ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് പാസ്കൽസ് ട്രയാങ്കിൾ. ഓപ്ഷൻ ബി, പാസ്കൽസ് ട്രയാങ്കിൾ. അടുത്ത്, which of the following is not mainly related to evaluation in the teaching learning process? Which of the following is not mainly related to evaluation in the teaching learning process? Teaching learning processൽ മെയിൻ ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത ഒരു ഇവാലുവേഷൻ മെത്തേഡ്. based on learning objectives, focus only on a single aspects of subject matter, and integral part of instruction done continuously. ഇതിൽ ഏതാണ് മെയിൻലി റിലേറ്റഡ്, നോട്ട് മെയിൻലി റിലേറ്റഡ് ടു ഇവാലുവേഷൻ ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്? ഏതാണ് വരിക? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഫോക്കസ് ഓൺലി ഓൺ എ സിംഗിൾ ആസ്പെക്ട് ഓഫ് എ സബ്ജക്ട് മാറ്റർ. ഒരു സിംഗിൾ ആസ്പെക്റ്റിൽ മാത്രമല്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് കൊടുക്കുന്നത് അല്ലേ. ആ സബ്ജക്റ്റിലുള്ള എല്ലാ എന്തിലും വേണം, കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു സിംഗിൾ ആസ്പെക്റ്റിൽ മാത്രമാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? അല്ല. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ അഥവാ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് മെയിൻലി റിലേറ്റഡ് ടു ഇവാലുവേഷൻ ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്? ഓപ്ഷൻ ബി, ഫോക്കസ് ഓൺലി ഓൺ എ സിംഗിൾ ആസ്പെക്ട് ഓഫ് സബ്ജക്ട് മാറ്റർ. അടുത്ത്, ഡേവിഡ് പി ഓസ്ബെൽ അസോസിയേറ്റഡ് ടു ദ ടീച്ചിങ് മോഡൽ, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, എൻക്വയറി ട്രെയിനിങ്, അഡ്വാൻസ് ഓർഗനൈസർ ആൻഡ് ഇൻഡക്റ്റീവ്. ഡേവിഡ് പി ഓസ്ബെൽ ഇതിലേതുമായിട്ടാണ്, ഏത് ടീച്ചിങ് മോഡലുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മളുടെ ചോദ്യം. ഇതിലേത് മോഡലുമായിട്ടാണ് ഡേവിഡ് പി ഓസ്ബെൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ സി, അഡ്വാൻസ് ഓർഗനൈസർ മോഡലുമായിട്ടാണ് ഡേവിഡ് പി ഓസ്ബെൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത്, the tangents to a circle from a point are of equal length. Most important prerequisite to prove this result is, അതായത് ഒരു ടാൻജൻറ്റ് ടു എ സർക്കിൾ ഫ്രം ദ പോയിന്റ് ആർ ഈക്വൽ ലെങ്ത്. സർക്കിളിൻ്റെ പുറത്തു നിന്നുള്ളൊരു പോയിന്റിൽ നിന്നും നമ്മൾ ടാൻജൻറ്റിലേക്ക് വരക്കുന്ന ടാൻജൻറ്റുകളുടെ നീളം സെയിം ആയിരിക്കും എന്നുള്ളൊരു തിയറി. ഇത് ഇതാക്കാനും വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീ റിക്വസിറ്റ് നോളജ് എന്താണെന്നാണ് ചോദ്യം. പൈതഗോറസ് അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തിയറം, ലീനിയർ പെയർ ആക്സിയം ആൻഡ് ഇൻറ്റീരിയർ ആംഗിൾ തിയറം, ഇതിൽ ഏതാണ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രീ റിക്വസിറ്റ് നോളജ് ആയിട്ട് വരുന്നത്? ഈ തിയറം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് വരുന്നത്? പൈതഗോറസ് ആണ് വരുന്നത് അല്ലേ. നിങ്ങൾ ആ 10ാം ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഒരു സർക്കിളിൻ്റെ പുറത്തുനിന്നുള്ള പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരക്കുന്നത് പൈതഗോറസ് തിയറം വെച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്യണമൊക്കെ. ഇവിടെ ഈ ആംഗിൾ 90 ആയിരിക്കും, ഈ ആംഗിൾ 90 ആയിരിക്കും. എന്നിട്ട് പൈതഗോറസ് വെച്ചിട്ട് ഈ രണ്ട് ഹൈപ്പോട്ടനസ് സെയിം ആണെന്നൊക്കെ തെളിയിക്കണം നമ്മൾ അല്ലേ. ഓക്കെ, ദെൻ അടുത്ത വരുന്നത്, ഹൂ ഈസ് ദ അഡ്വക്കേറ്റ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ബ്രൂണർ, പിയാഷെ, വൈഗോസ്കി, ഗാഗ്നെ. അതിലാരാ വരുന്നത്? ഓപ്ഷൻ സി, വൈഗോസ്കി. ഓക്കെ, കൺസ്ട്രക്റ്റിവിസം, വൈഗോസ്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെയിൻലി റിലേറ്റഡ് ടു ദ യൂട്ടിലിറ്റേറിയൻ വാല്യൂ ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ്? ടീച്ചിങ് മാത്തമാറ്റിക്സിന് യൂട്ടിലിറ്റേറിയൻ വാല്യൂ ആയിട്ട് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെയിൻലി റിലേറ്റഡ്? താഴെ പറയുന്നതിൽ മെയിൻ ആയിട്ട് റിലേറ്റ് ചെയ്തത് ഏതാണെന്നാണ് ചോദ്യം. പ്രൊവൈഡിങ് ദ ബേസിസ് ഓഫ് മാത്തമാറ്റിക്കൽ സ്കിൽ വിച്ച് ആർ എസെൻഷ്യൽ ഫോർ വൊക്കേഷണൽ പർപ്പസ്, helping the learner in the intellectual use of reasoning power, helping the learner to be original and creative in thinking, helping to interpret a social and economic phenomena. ഇതിൽ ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രൊവൈഡിങ് ദ ബേസിസ് ഓഫ് മാത്തമാറ്റിക്കൽ സ്കിൽ വിച്ച് ആർ എസെൻഷ്യൽ ഫോർ വൊക്കേഷണൽ പർപ്പസ്.
അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് മെയിൻലി റിലേറ്റഡ് ടു ആക്ഷൻ റിസർച്ച് ഇൻ മാത്തമാറ്റിക്സ് ക്ലാസ്സസ്. മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ ആക്ഷൻ റിസർച്ചുമായിട്ട് മെയിനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മെയിൻ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ക്വാളിഫൈഡ് റിസർച്ച് സ്കോളേഴ്സ് ആഫ്റ്റർ എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി. It is conducted by the teachers in school situation. It work for comprehensive, broad focused on original problem. Problem is always universal and wide in nature. Correct option വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ ടീച്ചേഴ്സ് ഇൻ സ്കൂൾ സിറ്റുവേഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ എക്സാം പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ് ഈസ് റിലേറ്റഡ് ടു psychomotor domain? Receiving, imitating, responding and valuing. And correct option വരുന്നത് ഓപ്ഷൻ ബി, imitating. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 150 ക്വസ്റ്റ്യൻസ്, അഥവാ 150 ക്വസ്റ്റ്യൻസ് അല്ല, 71 തൊട്ട് 150 വരെയുള്ള 80 ക്വസ്റ്റ്യൻസ് മാത്സ് റിലേറ്റഡ് ആണ്. അതിൽ 50 പ്രോബ്ലം ക്വസ്റ്റ്യനും 30 തിയറി ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുക. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇപ്പോൾ വരുന്ന 30 തിയറി ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ നോക്കിയത്. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, പാസ്സാവട്ടെ. ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നവർക്ക് ഇതിൽ തന്നെ കിട്ടട്ടെ എന്നും ഇനി എഴുതുന്നവർക്കും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, മാത്സ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. ഓക്കെ, so see you soon next video. Thank you for watching this video. Bye bye.